ഇപ്പം അനുസരിച്ച് വന്നിട്ടില്ല. വിനായകൻ്റെ പെർഫോമൻസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചെയ്തെടുത്ത കണ്ടിരിക്കാം. ഒരു ആവറേജ് മൂവി. മറ്റേ കോമഡി ചിലർക്ക് വർക്കൗട്ടായി, ചിലർക്ക് വർക്കൗട്ടായില്ല. എന്തായാലും ഇത്ര ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലായി. പ്രതീക്ഷ വന്നില്ല. സുരാജിന്റെ അഭിനയം കുഴപ്പമില്ല, നല്ല അഭിനയം. സുരാജിന്റെ അഭിനയക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ട് വിനായകന്റെ അഭിനയം. ഫാമിലിയായിട്ട് കാണാം, അങ്ങനെ അഡൽട്ട് കണ്ടന്റ് ആവുന്നില്ല. പക്ഷെ കോമഡി ചിലർക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്, ചിലർക്ക് വർക്കൗട്ട് ആവുന്നില്ല. കണ്ടിരിക്കാം. അഭിനയിക്കുന്ന സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം. തെക്കുവടക്ക് രണ്ടുപേരുടെയും ഈ വർഷത്തെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ്. തെക്കുവടക്ക് ഒരു ഫാമിലി ഡ്രാമ ത്രില്ലറാണ്. രണ്ടുപേരും വളരെ ഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടെ ഒപ്പമുള്ള താരങ്ങളും എങ്കിലും അവരുടെ എക്സ്പെഷ്യലി അവർ രണ്ടുപേരുടെയും പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ടത്. വിനായകന്റെ സുരാജിന്റെ പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പം അവരുടെ ക്യാരക്ടറൊക്കെ ബേസ് ചെയ്ത് നല്ല രസമുണ്ട്. എനിക്ക് വിനായകനാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. വിനായകന്റെ ഇതുവരെ നമ്മൾ കാണാത്തൊരു സ്റ്റൈലിലാണ് ക്യാരക്ടർ മേക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന സുരാജാണ്. ഇപ്പോൾ ഇവർ നമ്മളൊരു പകയും ഒരു കുടുംബം അധികാരവും പണത്തിൻ്റെ പുറകെ പോകുന്നവരാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത്. പിന്നെ സാം CS ആണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ മ്യൂസിക് അടിപൊളിയായിട്ടുണ്ട്. കോമഡി ഭയങ്കരമായിട്ടില്ലെങ്കിലും ഒരു സ്റ്റോറി ബേസ്ഡ് ആണ് പടം പോകുന്നത്. എന്താ പറയുക, മത്സരിച്ചുള്ള അഭിനയം എന്ന് പറയാം. സ്റ്റോറി ഭയങ്കര എൻ്റർടൈൻ ആയിരുന്നു. ആൻഡ് കോമഡി ഫിലിമാണ്, മൊത്തത്തിൽ കോമഡി ഫിലിമാണ്. ആൻഡ് വിനായകൻ ചേട്ടൻ്റെ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഭയങ്കര ഒരു ക്യാരക്ടറായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഫ്രെയിമിൽ നമ്മൾ കണ്ടിട്ടില്ല. സോ ദാറ്റ് വാസ് നൈസ്. ഡിഫറെൻറ്റ് സബ്ജക്ട്സ് ഉണ്ട്. അത് ഭയങ്കര കോമഡി ഇതിൽ തന്നെ നമുക്ക് പ്രസൻറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതിനായിട്ട് കോമഡി അല്ല, ചില കോമഡികൾ പിന്നെ ചീറ്റി പോകുന്നുണ്ട്, ചില കോമഡികൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ഇവരുടെ രണ്ടുപേരുടെ ക്യാരക്ടേഴ്സ് വെറൈറ്റി പിടിച്ചത് നന്നായിട്ട് തോന്നി. രണ്ടുപേരും സുരാജ് ആണെങ്കിലും വിനായകനാണെങ്കിലും. സുരാജ് ഇപ്പം ഇതുപോലുള്ള വേഷങ്ങൾ ചെയ്തിട്ട് മുമ്പും കണ്ടിട്ടുണ്ട്. ഇതുപോലെയല്ല, ഈ ഒരു ഗെറ്റപ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഓൾഡ് ഏജിൽ. വിനായകൻ്റെ ഒരു പുതിയ രീതിയിലുള്ള ഒരു ഗെറ്റപ്പാണ് ഈ സിനിമയുടെ ഒരു വെറൈറ്റി ആയിരിക്കുന്നത്. പിന്നെ രണ്ട് ഫാമിലിയും ഇവർ തമ്മിലുള്ള പകയും അതിനിടയിൽ രണ്ട് ഫാമിലി, അതായത് ന്യൂജൻ ആൾക്കാർക്ക് അത് ആ ഒരു പക പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ.